മാന്യ പ്രേക്ഷകർക്ക് വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതിൽ വെളിപ്പെടുന്ന അവരുടെ ആയുധങ്ങളുടെ ശക്തി, പുറത്തേക്ക് വരുന്ന ആയുധങ്ങളുടെ ശക്തിയും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ യുദ്ധങ്ങളിൽ ഇറാൻ ഉപയോഗിക്കുന്നത് ഫത്താഹും ഖസാമും എന്ന് പറഞ്ഞ രണ്ട് മിസൈലുകളാണ്. അതിൽ ഫത്താഹ് കുറച്ചും കൂടി മാക്ക് 5 സ്പീഡിലൊക്കെ എത്തുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്. അതിന് മോർ പവർഫുള്ളായിരിക്കും. ഇത് വെച്ചിട്ട് അവരുടെ പ്രതിരോധത്തെ അവർ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അവർ ആദ്യം അയക്കുന്നത് ഡ്രോണുകളാണ്. താരതമ്യേന വില കുറഞ്ഞ ആയുധങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡ്രോണുകളെ മുന്നിൽ പറഞ്ഞു വിട്ടിട്ട് ഇതിൻ്റെ പാട്രിയറ്റും അതുപോലെ തന്നെ ഡേവിഡ് സ്ലിങ്ങും അതുപോലെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മരുന്നായ അയൺ ഡോമിനെയും അതിലുള്ള തടുക്കുന്ന മിസൈലുകളുടെ എണ്ണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ പിറകെ മറ്റുള്ള ശക്തി കൂടിയ മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വസ്തുത. ഇസ്രായേലിന് ഇതിന് വലിയ ചെലവ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ആൾനാശവും വരുന്നുണ്ട്. ഒരു എയർഫോഴ്സ് പൈലറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള അതിതീവ്രമായ പരിശീലനമാണ്. ഇത് ഇവരുടെ എയർഫോഴ്സ് വീണിട്ടുണ്ട് അല്ലെങ്കിൽ അടിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലോ ഇറാനോ ഒരിക്കലും പുറത്തേക്ക് വെളിപ്പെടുത്തില്ല. കാരണം നമുക്കറിയാം, അഭിനന്ദൻ വർദ്ധമാൻ്റെ പാകിസ്ഥാനിൽ അകപ്പെട്ടിട്ട് അവർക്ക് തിരിച്ചു നൽകേണ്ട ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എത്തുന്നത്. അതൊരു ഇൻ്റർനാഷണൽ ലോ ആണ്. വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അവരുടെ പൈലറ്റ് ഉണ്ടെന്നുള്ള കാര്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ രാജ്യത്തേക്ക് തിരിച്ച് കൊടുക്കണം എന്നുള്ള ഇൻ്റർനാഷണൽ ലോ ഉള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇറാൻ ചെയ്യുന്ന റിട്ടാലിയേഷന് റീ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഫ്ലൈറ്റുകൾ തകർന്ന് വീഴുന്ന് ഇജക്ഷൻ ചെയ്ത് പൈലറ്റ് പാരച്യൂട്ട് വിടർത്തി താഴെ ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചിട്ട് ഇവർ എങ്ങനെ അടിച്ചിട്ടുണ്ട്, ഫ്ലൈറ്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളത് അവരൊരിക്കലും വെളിപ്പെടുത്തില്ല. കാരണം ഈ പൈലറ്റിനെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ രണ്ടാമതും വേറെ യുദ്ധവിമാനത്തിൽ കയറി വന്ന് ഇവരെ അടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് അവർക്ക് തന്നെ പാരയായതുകൊണ്ട് അവരൊരിക്കലും ഇറാൻ ഒരിക്കലും ഈ കാര്യം വെളിപ്പെടുത്തില്ല. രണ്ടാമതായിട്ട്, ഇസ്രായേലിന് ഇതൊരു നാണക്കേടാണ്. F-35 ഒരുപാട് ഗിമ്മിക്കുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വന്ന ഒരു ഫ്ലൈറ്റാണ്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും റഡാറിനെ കബളിപ്പിക്കാനും ഉള്ള കഴിവ് ഒരുപാട്. അങ്ങനെ ഫ്ലൈറ്റ് നേരെ ഈ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് നേരെ താഴോട്ട് നോക്കിയാൽ ഭൂമി കാണാമെന്നുള്ള ഒരുപാട് അങ്ങനത്തെ ഗിമ്മിക്കുകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ ഫ്ലൈറ്റ് നിസ്സാരമായിട്ട് അവർ അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അവരും ഈ കാര്യം വെളിപ്പെടുത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും ഇന്നത്തെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് മാധ്യമങ്ങളടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. ഈ അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടാനും കഴിയുന്നില്ല. കാരണം റഷ്യൻ്റെയും ചൈനയുടെയും അഭൂതപൂർവ മറ്റ് രാജ്യങ്ങൾക്കൊന്നും കിട്ടാത്ത അഭൂതപൂർവമായ ഒരു പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ടെന്നുള്ളതൊരു വസ്തുത. അത് ഈ റഷ്യയെ ഇറാന് യുക്രൈനുമായി യുദ്ധത്തിലുള്ള സഹായം കൊണ്ട് റഷ്യക്ക് ഇറാനെ സഹായിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇറാന്
ഡ്രോണ് വെച്ചിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ അർത്ഥമാക്കുന്നത് ഇസ്രായേൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങൾ അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു 36% അതിൻ്റെ ശേഷി ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇവരുടെ അറ്റാക്ക് ചെയ്തത് കാരണം ഇവരുടെ പ്രതിരോധ മിസൈലുകൾ, അതായത് അയൺ ഡോമും അതുപോലെ തന്നെ പാട്രിയറ്റ് എല്ലാം തകർന്നു പോയി എന്ന ഒരു കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഡ്രോൺ താരതമ്യേന മിസൈലിനേക്കാളും വേഗത കുറഞ്ഞ ഒരു ആയുധമാണ്. 350-400 km/h സഞ്ചരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഡ്രോണ് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രതിരോധ സംവിധാനത്തിന് ഒന്നുകിൽ കാര്യമായ ശേഷിക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകൾ ഈ ഇസ്രായേൽ അടിച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ബലപ്പെടുന്നത് ഇവരുടെ മിസൈൽ പ്രതിരോധ കവചമായ അയൺ ഡോമിന് കാര്യമായ ശേഷിക്കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. കാരണം ഈ ഡ്രോണിനൊക്കെ അടിച്ചിടാനുള്ള ശേഷി കുറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഹമാസിൻ്റെ അറ്റാക്കിനൊക്കെ ഫലപ്രദമായി നേരിട്ടിരുന്ന ഒരു ആയുധമാണ് അയൺ ഡോം. പക്ഷേ ഇന്ന് അതിന് ഒരു ഡ്രോണിനെ പോലും അറ്റാക്ക് ചെയ്യാൻ പ്രതിരോധിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഒരു വസ്തുത. ഇതാണ് ഈ ആയുധം കൊണ്ട് കളിച്ചാൽ അതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ പുറത്തറിയുന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങളുടെ ശരിയായ ശക്തി ഇന്നും അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ അറിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം അവർ 2 ആയുധങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഒന്ന് ഖസാമും 2 ഫത്താഹും. ഇത് രണ്ടും തടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ യുദ്ധത്തോടു കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീഫോൾട്ടുകൾക്ക് ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കാരണം ഇന്നത്തെ നിലക്കുള്ള പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്കൊന്നും ഈ 2 ആയുധങ്ങളെയും തടുക്കാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ ഒരു പരാജയം തന്നെയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.